ഹലോ മക്കളെ, വെൽക്കം ടു എജ്യൂപോഡ് ലേണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് SLC IT തിയറിയിലെ ചാപ്റ്റർ നമ്പർ 7 ആയ ലേണിംഗ് സയൻസ് ത്രൂ കമ്പ്യൂട്ടർ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ബിഫോർ ദാറ്റ് എക്സാമിൻ്റെ പാറ്റേണും മാർക്കൊക്കെ നോക്കാം. ഓക്കെ, നമുക്കറിയാം ടോട്ടൽ തിയറിക്ക് 10 മാർക്സ് ആയിരിക്കും. അത് തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പാർട്ട് ബിയിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അതിൽ പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് 1 കറക്റ്റ് ആൻസർ ആയിരിക്കും ഉണ്ടാവുക. പാർട്ട് ബിയിൽ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഓരോ ക്വസ്റ്റ്യൻസിനും 5 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ 2 കറക്റ്റ് ആൻസേഴ്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ സെറ്റല്ല മക്കളെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. യെസ്. So first question, which of the following types of software can be used to make learning science more interesting and interactive? അതായത് ഇതിൽ നിന്ന് കൊടുത്ത ഏതൊക്കെ ടൂൾസ് വെച്ചിട്ടാണ് നമുക്ക് എന്താക്കാൻ പറ്റുക, സയൻസ് കുറച്ചും കൂടി അടിപൊളിയായി ഇൻട്രാക്ട് ചെയ്തിട്ട് അടിപൊളിയായി പഠിക്കാൻ വേണ്ടി പറ്റുക. ഏതാണ്? വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണോ, വെർച്വൽ ലാബ്സ് ആൻഡ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണോ, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണോ, ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണോ? ഏതാണ് മക്കളെ? Yes, it is option B, virtual labs and simulation software. Next ചോദ്യം, which of the following natural phenomena causes bright daylight even at 3 AM in Finland? ഫിൻലാൻഡിലെ എന്ത് നാച്ചുറൽ ഫെനോമിന കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ബ്രൈറ്റ് ഡേ ലൈറ്റ്. അതായത് പുലർച്ചെ 3 മണിക്ക് വരെ ബ്രൈറ്റ് ഡേ ലൈറ്റ് എന്ത് നാച്ചുറൽ ഫെനോമിന കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇതിന് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് മക്കളെ? ഒന്ന് നോർത്തേൺ ലൈറ്റ്സ്, മിഡ് നൈറ്റ് സ്റ്റോം, സോളാർ എക്ലിപ്സ്, വൈറ്റ് നൈറ്റ്സ്. ഏതായിരിക്കും മക്കളെ ആൻസർ വരാം? ഇതിൻ്റെ ആൻസർ വൈറ്റ് ലൈറ്റ്സ് ആയിരിക്കും. സോ നെക്സ്റ്റ് ചോദ്യം, ദ വൈറ്റ് നൈറ്റ് ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ പ്ലേസസ് ലൊക്കേറ്റഡ് നിയർ ദ ഇക്വേറ്റർ, ബിയോണ്ട് ദ ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് സർക്കിൾ, നിയർ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അലോങ് ദ ഇന്ത്യൻ ഓഷ്യൻ കോസ്റ്റ്. ഇതിൽ ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ? ബിയോണ്ട് ദ ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് സർക്കിൾസ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Which of the following countries can experience the midnight sun? ഏതൊക്കെ ഇതിലുള്ള കൺട്രീസാണ് മിഡ് സണ്ണ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഇപ്പം ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ ഇന്ത്യ, ശ്രീലങ്ക, തായ്ലാൻഡ് അതാണോ? അല്ലെങ്കിൽ ഫിൻലാൻഡ്, റഷ്യ, നോർവേ ആൻഡ് കാനഡ ആണോ? ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആൻഡ് ജപ്പാൻ ആണോ? ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക ആൻഡ് ഇന്തോനേഷ്യ ആണോ? ഇതിൽ ഏതായിരിക്കും മക്കളെ? നമ്മൾ ഫസ്റ്റ് ചോദ്യം പറഞ്ഞല്ലോ ഫിൻലാൻഡിലത്. സോ ഇവിടെ ഫിൻലാൻഡ് ഉണ്ട്. സോ ഓപ്ഷൻ ബി ആയിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇൻ സ്റ്റെല്ലേറിയം which tool is used to set or change the place of observation? നമുക്ക് സ്റ്റെല്ലേറിയത്തിൽ എങ്ങനെയാണ് അതിൻ്റെ പ്ലേസ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്സർവേഷൻ അതിൻ്റെ പ്ലേസ് ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക? ഡേറ്റ് ഓർ ടൈം വിൻഡോ, സെർച്ച് വിൻഡോ, സ്കൈ ഓർ ബീയിങ് ഓപ്ഷൻസ്, ലൊക്കേഷൻ വിൻഡോ. ഇതിൽ ഏത് വെച്ചിട്ടായിരിക്കും മക്കളെ? യെസ്, ലൊക്കേഷൻ വിൻഡോ വെച്ചിട്ടായിരിക്കും നമ്മൾ പ്ലേസ് ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക അല്ലേ മക്കളെ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, where can the midnight sun be seen during the summer season? സമ്മർ സീസണിൽ എന്താണ് മക്കളെ മിഡ് നൈറ്റ് സണ്ണ് എവിടെയായിരിക്കും കാണുന്നുണ്ടാവുക? നിയർ ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, നിയർ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, നോർത്ത് ഓഫ് ദ ആർട്ടിക് സർക്കിൾ, അലോങ് ദ ഇക്വേറ്റർ. ഇവിടെ ഏതാണ് മക്കളെ ശരി ആൻസർ? നോർത്ത് ഓഫ് ദ ആർട്ടിക് സർക്കിളിലായിരിക്കും എന്ത് കാണുന്നുണ്ടാവുക? മിഡ് നൈറ്റ് സണ്ണ് കാണുന്നുണ്ടാവുക. ഓക്കെ, ഇതൊക്കെ തിയറിയാണ് മക്കളെ, ഇതൊക്കെ മൈൻഡിൽ ഓർത്ത് വെക്കണം. സോ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വെൻ ഈസ് ദ ഇന്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഒബ്സർവ്ഡ്? എപ്പോഴാണ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന ഇന്റർനാഷണൽ ഡേ ഒബ്സർവ് ചെയ്യുന്നത്? ഒക്ടോബർ 5 ആണോ, ഒക്ടോബർ 13 ആണോ, നവംബർ 13 ആണോ, ഡിസംബർ 5 ആണോ? ഏതാണ് മക്കളെ? ഇറ്റ് ഈസ് ഒക്ടോബർ 13. നെക്സ്റ്റ് ചോദ്യം, which of the following natural disasters have affected Kerala in recent years? ഇതിൽ ഏത് നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് കേരളയിൽ സംഭവിച്ചത്? ഏതാണ് മക്കളെ? എർത്ത് കേക്ക്, സുനാമി, സൈക്ലോൺ ആണോ, അവലാഞ്ച്, ഹെയിൽ സ്റ്റോം, ഹീറ്റ് വേവ് ആണോ, വോൾക്കാനിക് കറപ്ഷൻ, ടൊർണാഡോ, ഡ്രോട്ട് ആണോ, അതോ ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്, സോയിൽ സ്ലൈഡ്? ഇതിലേതാണ് മക്കളെ? നമുക്കറിയാമല്ലേ വയനാട്ടിൽ സംഭവിച്ചതൊക്കെ. സോ ഡെഫിനറ്റ്ലി ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ മെയിൻ പേർപ്പസ് ഓഫ് ഡിസാസ്റ്റർ റിസ്ക് ഏരിയ മാപ്സ്? ഡിസാസ്റ്റർ റിസ്ക് ഏരിയ മാപ്സിൻ്റെ മെയിൻ പേർപ്പസ് എന്താണ്? നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കിയാലോ. ടു ലൊക്കേറ്റ് ടൂറിസ്റ്റ് സ്പോട്ട്, ടൂറിസ്റ്റ് പ്ലേസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ? ഡെഫിനറ്റ്ലി അല്ല അല്ലേ? യെസ്. പിന്നെ ടു പ്ലാൻ പ്രിക്കോഷണറി മെഷേഴ്സ് ആൻഡ് ഡീൽ എഫക്റ്റീവ്ലി വിത്ത്ഡ്രോവൽ വിത്ത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അതായത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ പറ്റി എന്ത് ചെയ്യുക,
ആദ്യം പ്രീ പ്ലാൻ ചെയ്ത് വെക്കുക. ഡിസാസ്റ്റേഴ്സ് വരുന്ന സമയത്ത് ഇന്നത് ഇത്ര സംഭവിക്കും, സോ അവിടുത്തെ ആളുകളെ മാറ്റണം. അതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് എന്ത് മക്കളെ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡിസാസ്റ്റർ റിസ്ക് ഏരിയ മാപ്സ് യൂസ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Which of the following software can be used to prepare disaster risk map? Disaster risk maps എങ്ങനെയാണ്, ഏത് സോഫ്റ്റ്വെയറിലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഓക്കെ, എങ്ങനെയാണ്? വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിലാണോ, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിലാണോ, ജിയോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലാണോ, അതോ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിലാണോ? ഏതാണ് മക്കളെ ഇതിൽ? ഏതാണ്? യെസ്, ഇറ്റ് ഈസ് ജിയോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം, GIS സോഫ്റ്റ്വെയറിലായിരിക്കും എന്ത് സംഭവിക്കുന്നുണ്ടാവുക? ഈ ഡിസാസ്റ്റർ റിസ്ക് മാപ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഓക്കെ അല്ലേ മക്കളെ? സോ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫ്രീ ജിയോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം? ഇതിൽ ഏതാണ് ഒരു ഫ്രീ ആയിട്ടല്ലാത്ത GIS സിസ്റ്റം? ഓക്കെ, അതായത് ഇവിടെ നോട്ട് ഉണ്ട് കേട്ടോ, നോട്ട് എ ഫ്രീ ആണ്. അപ്പം ക്വാണ്ടം GIS ആണോ, ഗ്രാസ് ആണോ, ആർക്ക് GIS ആണോ, ക്വാണ്ടം GIS ഗ്രാസ് 2.20 ആണോ? ഏതാണ് മക്കളെ? ഏതാണ്? യെസ്, ഇറ്റ് ഈസ് ആർക്ക് GIS ആണ് മക്കളെ ഫ്രീ അല്ലാത്ത പെയ്ഡ് ആയിട്ടുള്ള എന്ത് സിസ്റ്റം? GIS സോഫ്റ്റ്വെയർ വരുന്നത്. ഓക്കെ, അത് ഓർമ്മിച്ച് വെക്കണം. ആർക്ക് GIS വെച്ചിട്ട് ബാക്കിയൊക്കെ എന്താണ്? ഫ്രീ ആണ്. സെറ്റ് അല്ലേ? ഓക്കെ, DEMs ആർ യൂസ്ഡ് ഇൻ ജിയോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം ടു എന്തിനാണ്? നമുക്ക് DEMനെ പറ്റിയിട്ട് അറിയാം. സോ അതെന്തിനാണ് നമ്മൾ GISൽ യൂസ് ചെയ്യുന്നത്? എന്തിനാണ് മക്കളെ? അനലൈസ് എലവേഷൻ ആൻഡ് ടെറൈൻ ഫീച്ചേഴ്സ്, ട്രാക്ക് പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ്, റെക്കോർഡ് റെയിൻഫോൾ ഡാറ്റ ഓൺലി, മാനേജ് ഹോസ്പിറ്റൽ റെക്കോർഡ്സ്. ഇതിൽ ഏതാണ് മക്കളെ കറക്റ്റ് ആൻസർ? യെസ്, അനലൈസ് എലവേഷൻ ആൻഡ് ടെറൈൻ ഫീച്ചേഴ്സ്. എലവേഷൻ്റെയും പിന്നെ അതേപോലെ ടെറൈൻ്റെയും ഫീച്ചേഴ്സ് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ DEMനെ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഏതിൽ? GISൽ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. In GeoGebra, where can you see the index numbers of points marked on the plane? അതായത് ജിയോജിബ്രയിലെ ഇൻഡെക്സ് നമ്പർ ഓഫ് പോയിന്റ്സ് നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? ഇൻ ദ ഗ്രാഫിക്സ് വ്യൂ, ഇൻ ദ ടൂൾ ബാർ, ഇൻ ദ ആൽജിബ്രിക് വ്യൂ, ഇൻ ദ മെനു ബാർ. ഇതിൽ എവിടെയായിരിക്കും മക്കളെ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക? എവിടെയായിരിക്കും? യെസ്, ഓപ്ഷൻ സി, ഇൻ ദ ആൽജിബ്രിക് വ്യൂവിലായിരിക്കും നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ഇത് കാണാൻ വേണ്ടി പറ്റുക. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ടു ഡ്രോ എ ലൈൻ ബിറ്റ്വീൻ എനി 2 points ഇൻ ജിയോജിബ്ര, വിച്ച് ടൂൾ ഈസ് അപ്രോപ്രിയേറ്റ്? ഓക്കെ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു 2 pointsന്റെ ലൈന് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഏത് ടൂളായിരിക്കും കറക്റ്റായിട്ട് അസോസിയേറ്റ് ആവുക? ഓക്കെ, ഇവിടെ പോയിന്റ് ടൂൾ ഉണ്ട്, സെഗ്മെന്റ് ടൂൾ ഉണ്ട്, ടെക്സ്റ്റ് ടൂൾ ഉണ്ട്, മൂവ് ടൂൾ ഉണ്ട്. ഇവിടെ എന്തായിരിക്കും മക്കളെ 2 pointsന്റെ അവിടെ ലൈന് വരയ്ക്കാൻ വേണ്ടിയിട്ട്? ഇറ്റ് ഈസ് സെഗ്മെന്റ് ടൂൾ. ഓക്കെ അല്ലേ മക്കളെ? ഓപ്ഷൻ ബി, segment tool. Okay, next ചോദ്യം. How should you type a quadratic equation like y is equal to x square in the GeoGebra input bar? y is equal to x square എന്ന ഇത് നമ്മൾ എങ്ങനെ ജിയോജിബ്രയുടെ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യും? നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കൊടുത്തത്? y is equal to x2. ഇത് തെറ്റല്ലേ? യെസ്, തെറ്റാണ്. പിന്നെ y is equal to x 2. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റാണ്. കാരണം എന്താണ്, നമ്മൾ കമ്പ്യൂട്ടറിൽ സ്ക്വയറിന് പകരമാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഇപ്പം എക്സ് സ്ക്വയറിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? എക്സ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ കമ്പ്യൂട്ടറിൽ എഴുതുക. സെറ്റല്ല മക്കളെ? അപ്പം ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതെന്താണ്? എക്സ് ഇൻറ്റു 2 ആണ്, തെറ്റാണ്. പിന്നെ ഇത് x/2 ആണ്, അതും തെറ്റാണ്. സോ ആൻസർ എന്താ മക്കളെ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. In which of the following countries we cannot experience the phenomenon of the sun rising in the midnight sky? അതായത് മിഡ്നൈറ്റ് സ്കൈയിൽ സണ്ണ് റൈസ് ചെയ്യുന്ന ആ ഒരു ഫെനോമെന നമുക്ക് ഏതൊക്കെ കൺട്രിയിലാണ് കാണാൻ വേണ്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്? ഇവിടെ കനോട്ട് ഉണ്ട്, ഇവിടെ കനോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ഇവിടെ അപ്പം 1 2 3 4 5 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും മക്കളെ? 2 ആൻസേഴ്സ് ഉണ്ടാവും. സോ ഫിൻലാൻഡിലാണോ, റഷ്യയിലാണോ, ചൈനയിലാണോ, ഇന്ത്യയിലാണോ, കാനഡയാണോ? നമുക്ക് അറിയില്ല, നമ്മൾക്ക് ഇന്ത്യയിലാണ്. നമുക്ക് ആ ഫെനോമെന കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ മക്കളെ? ഇല്ലല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇന്ത്യ ഒന്ന് ആൻസർ ആണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ്റെ അടുത്തുള്ള ഏതാണ്? ചൈന. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോയാലോ? Which of the following are major natural disasters that Kerala has experienced in recent years? ഒന്ന് ലാൻഡ് സ്ലൈഡ് ആണ്, പിന്നെ ഫ്ലഡ് ആണ്, നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ചോദ്യം. Which of the following statement describe the
ഇമ്പോർട്ടൻസ് ഓഫ് എ ഡിസാസ്റ്റർ റിസ്ക് ഏരിയ മാപ്പ്. നമ്മൾ ഡിസാസ്റ്റർ റിസ്ക് ഏരിയ മാപ്പിനെ പറ്റി നേരത്തെ നോക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. ഹെൽപ്സ് ഇൻ പ്ലാനിങ് ഹോളിഡേ ഇവൻറ്റ്സ്. ഹോളിഡേ ഇവൻറ്റ്സ് പ്ലാൻ ചെയ്യാനാണോ ഡിസാസ്റ്റർ റിസ്ക് ഏരിയ മാപ്പ് നമ്മൾ ചെയ്യുന്നത്? അല്ല. ഓക്കെ. പ്രൊമോട്ട്സ് ടൂറിസം ഇൻ ഡിസാസ്റ്റർ പ്രോൺ റീജിയൻസ്. അതിനാണോ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണോ അതോ ഡിസാസ്റ്റർ പ്രോൺ റീജിയൻസിൽ? അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് ദ വൾണറബിലിറ്റി ഓഫ് ആൻ ഏരിയ. ഓക്കെ, അതായത് ഒരു ഏരിയൻ്റെ വൾണറബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാപ്പ് യൂസ് ചെയ്ത് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അപ്പം അത് കറക്റ്റ് ആൻസർ ആണ്. പിന്നെ ഓപ്ഷൻ ഡി എന്താണ്? ഓർഗനൈസസ് സ്പോർട്സ് കോമ്പറ്റീഷൻസ് ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ്. അതാണ് മക്കളെ, നമ്മൾ സ്പോർട്സ്, അതായത് ഡിസാസ്റ്റർ വരുന്ന സമയത്ത് നമ്മുടെ കോളേജിലെ ഡിസാസ്റ്റർ വരുന്ന സമയത്ത് എന്താണ് നമ്മൾ സ്പോർട്സ് നടത്തുമോ സ്കൂളിലത്? ഇല്ലല്ലോ. അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ, ഓപ്ഷൻ ഇ വരുന്നത് സ്ട്രെങ്തൻസ് ദ പ്രോസസ് ഓഫ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ. ഓക്കെ, അത് ശരിയാണ്. കാരണം എന്താ, അതായത് നമ്മൾ ഇങ്ങനത്തെ മാപ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക. അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ഇത് വന്നാൽ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നോക്കിയിട്ട് അവിടുത്തെ തീരുമാനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഈ ഡിസാസ്റ്റർ റിസ്ക് ഏരിയ മാപ്പ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സെറ്റല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Which of the following information is needed to prepare maps of landslide prone areas in QGIS? QGISൽ നമുക്ക് എന്ത് വേണം? എന്തൊക്കെ ഇൻഫോർമേഷനാണ് ആവശ്യമായുള്ളത്? എന്തിനു വേണ്ടിയിട്ട്? ടു പ്രിപ്പയർ മാപ്സ് ഓഫ് ലാൻഡ്സ്ലൈഡ്. മാപ്സ് ഓഫ് ലാൻഡ്സ്ലൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഫോർമേഷൻ നമുക്ക് ആവശ്യമുണ്ട്? ഓക്കെ, സ്ലോപ്പ് ഓഫ് ദ ഏരിയ ആണോ, റോക്ക് സ്ട്രക്ചർ ആണോ, പോപ്പുലേഷൻ ഡെൻസിറ്റി ആണോ, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ആണോ, വിൻഡ് സ്പീഡ് ആണോ? ഇതിൽ ഏതാണ് നമുക്ക്, ഏത് ഇൻഫോർമേഷൻസാണ് നമുക്ക് ആവശ്യമുള്ളത്? ഒന്ന് സ്ലോപ്പ് ഓഫ് ദ ഏരിയയും പിന്നെ റോക്ക് സ്ട്രക്ചറും. ഇത് രണ്ടും മാത്രം മതി നമുക്ക് എന്താക്കാൻ വേണ്ടിയിട്ട്, പ്രിപ്പയർ എ മാപ്സ് ഓഫ് ലാൻഡ്സ്ലൈഡ് പ്രോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? സ്ലോപ്പ് ഓഫ് ദ ഏരിയയും അതേപോലെ തന്നെ റോക്ക് സ്ട്രക്ചറും. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. How can you display the algebraic view in GeoGebra if it is not visible? അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ ഇതാക്കിയ സമയത്ത് ആൽജിബ്രിക് വ്യൂ വിസിബിൾ ആയിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ എടുക്കുക? ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ മാക്സിമൈസ് ദ GeoGebra വിൻഡോ. സെക്കൻഡ് ഓപ്ഷൻ ഗോ ടു ഫയൽ മെനു ആൻഡ് ചെക്ക് ആൽജിബ്ര. തേർഡ് ഓപ്ഷൻ ഗോ ടു വ്യൂ മെനു ആൻഡ് ചെക്ക് ആൽജിബ്ര. യൂസ് ദ ഷോർട്ട്കട്ട് കീ സെൻട്രൽ ഷിഫ്റ്റ് പ്ലസ് എ. ചേഞ്ച് ദ ലാംഗ്വേജ് സെറ്റിംഗ് ഇൻ GeoGebra. ഇതിൽ ഏതാണ് മക്കളെ കറക്റ്റ് ആൻസർ? നമ്മളത് കാണുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ഫസ്റ്റ് ഗോ ടു ദ വ്യൂ മെനു ആൻഡ് ചെക്ക് ആൽജിബ്ര. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? വ്യൂ മെനുവിൽ പോയിട്ട് ആൽജിബ്ര ചെക്ക് ചെയ്യും. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. പക്ഷെ ഒന്ന് മാത്രമാണോ? ഒന്നും കൂടി ഇല്ലേ? കാരണം ഇത് 5 ഓപ്ഷൻസ് ഉണ്ട്. സോ 2 ആൻസേഴ്സ് ഉണ്ടാവും. സോ അടുത്തത് യൂസ് ദ ഷോർട്ട് കട്ട് കീ കൺട്രോൾ ഷിഫ്റ്റ് എ. കൺട്രോൾ ഷിഫ്റ്റ് എ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും മക്കളെ? നമുക്ക് ആൽജിബ്രിക് വ്യൂ നമുക്ക് വരും. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് ചെയ്യുന്നില്ലെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൽജിബ്രിക് വ്യൂ നമുക്ക് കിട്ടും. സെറ്റല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം നോക്കിയാലോ. വാട്ട് ഹാപ്പൻസ് വെൻ യു ടൈപ്പ് A12 in the input bar of GeoGebra and press enter? In GeoGebra input bar എന്ത് ടൈപ്പ് ചെയ്തു? F12 ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും GeoGebraന്റെ ആ ഒരു സോഫ്റ്റ്വെയറിൽ സംഭവിക്കുക? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. GeoGebra shows a error because points can only be created with the tools. Point named A appears at the coordinates 1, 2. The point automatically connects to the origin with a line. The point appears only in the algebra view and not in the graphics view. പിന്നെ the point is created without using the point tool. നമ്മൾ സാധാരണ എങ്ങനെയാണ് മക്കളെ പോയിന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക? പോയിന്റ് ടൂൾ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ പോയിന്റ് ടൂൾ യൂസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഇവിടെ A12 ആക്കി കഴിഞ്ഞാൽ 1, 2 എന്നൊരു പോയിന്റിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും? എ എന്ന പോയിന്റ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണ് Z25 ഇങ്ങനെ കൊടുത്തതിന് എന്തുണ്ടാവും? 25 എന്ന ആ ഒരു ഇൻഡെക്സ് എന്ത് സംഭവിക്കും? Z എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് ഇതിൽ ഒരു പോയിന്റ് പോലും യൂസ് ആക്കാതെ തന്നെ നമുക്ക് ക്രിയേറ്റ് ആയിട്ട് വരും. സെറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ഏതാണ് മക്കളെ കറക്റ്റ് ആൻസർ? ഇവിടെ ഓപ്ഷൻ ബി പോയിന്റ് നെയ്മഡ് എ appears at the coordinates 1, 2. 1, 2 എന്ന കോർഡിനേറ്റ്സിൽ പോയിന്റ് നെയ്മഡ് എ appear ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ പോയിന്റ് ടൂൾ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പം ദ പോയിന്റ് ഈസ് ക്രിയേറ്റഡ് വിത്തൗട്ട് യൂസിങ് ദ പോയിന്റ് ടൂൾ. അപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ Z of 25 കൊടുത്താൽ 25 എന്ന് പറഞ്ഞ കോർഡിനേറ്റ്സിൽ എന്ത് വരും?
ഓക്കെ 2 5 എന്ന് പറഞ്ഞ കോർഡിനേറ്റ്സിൽ എന്ത് വരും മക്കളെ Z എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് നെയിം ആയിട്ട് വരും സെറ്റ് അല്ലേ മനസ്സിലായില്ലേ മക്കളെ സോ നമ്മൾ ചാപ്റ്റർ 7ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട് സോ ഇതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ എല്ലാവരും നിർബന്ധമായിട്ടും ആ 2 വീഡിയോസും കാണണം സോ താങ്ക്